മിശിഹായിലേറ്റം സ്നേഹിക്കപ്പെട്ടവരെ, തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം യേശുവിന്റെ പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാൻ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നാം ചിന്തിക്കുക യേശുവിന്റെ അധികാരത്തെ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ചോദ്യം ചെയ്യുന്നതാണ്. യേശുവിനെ ജനങ്ങൾ ഓശാന പാടി എതിരേറ്റപ്പോഴും അത്തിവൃക്ഷത്തെ ശപിച്ച് അത് ഉണങ്ങിപ്പോകുമ്പോഴും ദേവാലയം ശുദ്ധീകരിക്കുമ്പോഴും യേശുവിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറയുമ്പോൾ തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. അതിനാൽ തന്നെ അവർ ചോദിക്കുന്നു, എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? യേശുവിന് അധികാരമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കണം, നമ്മെ നയിക്കുന്നത് യേശുവിൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളുമാണോ എന്നാണ്. രണ്ട് ഭാഗങ്ങളായി ഇതിനെ നമുക്ക് തിരിക്കാം. ഒന്നാമതായി യേശുവിൻ്റെ ദൈവിക അധികാരത്തെ എടുത്തു കാണിക്കുന്നു. രണ്ടാമതായി ഭൗതിക ശക്തിയുമായി അതിനെ താരതമ്യം ചെയ്യുന്നു. ദേവാലയത്തിൽ യേശു സ്വന്തം അധികാരത്തെയും യോഹന്നാന്റെ അധികാരത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ കപടതയെയും വിശ്വാസമില്ലായ്മയും തുറന്നു കാട്ടുന്നു. യേശുവിൻ്റെ അധികാരം ദൈവികമാണ്. മുഖ്യപ്രമുഖന്മാരുടെ അധികാരം വെറും മാനുഷികവും സ്ഥാപനപരവുമാണ്. മതനേതാക്കൾ ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു, അതേസമയം യേശുവിലുള്ള വിശ്വാസമോ ഭയമോ കാണുന്നില്ല. അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ്, ആധിപത്യം സ്ഥാപിക്കാനുള്ളതല്ല, സേവിക്കാനുള്ളതാണ് എന്ന് യേശു വ്യക്തമാക്കുന്നതാണ് ഇവിടെ. നമ്മുടെ ജീവിതത്തിൽ അധികാരത്തെ നാം ചോദ്യം ചെയ്യുമ്പോഴും അധികാര സ്ഥാനത്തിരുന്ന് നമ്മൾ സേവനമാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണിത്. ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും അടിയുറച്ച് ജീവിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.